ഞങ്ങൾക്ക് 21 നല്ല സ്കോളർഷിപ്പ് കിട്ടിയതിൻ്റെ പ്രധാന കാരണം മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂൾ നൽകിയ ഒരു നല്ലതായ പരിശീലനം കൊണ്ടാണ്. നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് പരീക്ഷയിൽ മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂളിന് ജില്ലയിലെ മികച്ച വിജയം. 21 വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് ലഭിച്ചു. പരീക്ഷ എഴുതിയ 238 വിദ്യാർത്ഥികൾ യോഗ്യതയും നേടി. സ്കൂൾ PTA, മാനേജ്മെന്റ്, സ്റ്റാഫ് അസോസിയേഷൻ എന്നിവരുടെ നേതൃത്വത്തിൽ സ്കൂളിൽ വെച്ച് നടന്ന അനുമോദന സദസ്സ് വില്യാപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് PP പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. പൊതുവെ വിദൂരങ്ങളിൽ നിന്ന് പോലും ഈ വിദ്യാലയത്തിൽ അഡ്മിഷൻ നേടാൻ രക്ഷിതാക്കളും കുട്ടികളും ആഗ്രഹിക്കുന്നത് തന്നെ എന്റെ കുട്ടിയെ ആ വിദ്യാലയത്തിൽ ചേർത്ത് കഴിഞ്ഞാൽ അവരുടെ മാക്സിമം പുറത്തെടുക്കാൻ കഴിയുകയും ഉയരങ്ങളിലെത്താൻ കഴിയുകയും ചെയ്യുമെന്ന വിശ്വാസമുണ്ട്. 21 കുട്ടികൾക്ക് NMMS സ്കോളർഷിപ്പ് കിട്ടുക എന്നത് വലിയ കാര്യമില്ല. എനിക്കൊന്ന് സംസ്ഥാനത്ത് തന്നെ ഇത്രയധികം സ്കോളർഷിപ്പ് കിട്ടിയ വിദ്യാലയങ്ങൾ ഉണ്ടാവുമോ എങ്കിൽ തന്നെ അപൂർവമായി. ജില്ലയിൽ ഏറ്റവും കൂടുതൽ മേമുണ്ട സെക്കൻഡറി സ്കൂളിലായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നാഷണൽ മെറിറ്റ് കം മീൻസ് സ്കോളർഷിപ്പ് അതിനെ അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും ഹൃദയത്തിൽ പരിഗണിക്കും. നിങ്ങളിൽ പലരും പല ചുറ്റുപാടുകളിൽ നിന്ന് സ്കൂളിലേക്ക് കടന്നു വരുന്നവരായി. ജീവിത സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരിക്കാം, പഠന സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരിക്കാം, പഠന പിന്തുണ വ്യത്യസ്തമായിരിക്കാം. പക്ഷെ ആ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ വരുന്ന നിങ്ങളെല്ലാം ഈ 21 പേർക്കും ഈ സ്കോളർഷിപ്പ് നേടാൻ കഴിഞ്ഞു എന്നത് നിങ്ങളുടെ പരിമിതികളെല്ലാം മറികടക്കാനും നിങ്ങളുടെ കഴിവുകളെ പൂർണ്ണമായി പുറത്തെടുക്കാനും കഴിഞ്ഞതുകൊണ്ടാണ്. അങ്ങനെ പുറത്തെടുക്കാൻ കഴിഞ്ഞത് നിങ്ങൾ ഈ വിദ്യാലയത്തിൽ നിരന്തരമായി വരുന്നത് കൊണ്ടും പഠന പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതുകൊണ്ടും നിങ്ങളെ അതിനെ പ്രാപ്തരാക്കാൻ കഴിവുള്ള ഒരു സെറ്റ് അധ്യാപകർ ഇവിടെ ഉള്ളതുകൊണ്ടാണ്. ഇതിന്റെ കൺവീനർ ആവശ്യമാണ് ഈ വിദ്യാലയത്തിലെ മികച്ച അധ്യാപകർ. നമ്മൾക്ക് പറയുകയാണെങ്കിൽ ആദ്യം പറയാൻ പറ്റുന്ന ഒരു അധ്യാപകരാണ് ആദ്യത്തെ വർഷം. എല്ലാ അധ്യാപകരും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട അധ്യാപകർ. അവരുടെ അർപ്പണബോധമാണ് നമ്മുടെ വിദ്യാലയത്തിന് കുറച്ചുകൂടി ഉയരങ്ങളിൽ എത്താൻ, അതിലേക്കും എത്താൻ കഴിയും. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു കൂട്ടം അധ്യാപകരാണ് വിദ്യാലയത്തിലുള്ളത് എന്നത് തന്നെയാണ്. പഠിപ്പിക്കൽ മാത്രമല്ല, മറ്റ് സാമൂഹ്യ പ്രവർത്തനങ്ങൾ കൂടി, ഇടപെടൽ കൂടി ആവശ്യമാണ് എന്ന് കണ്ടെത്തി അത്തരം ഇടപെടൽ നടത്തുകയും ചെയ്യുന്ന ഒരു വിദ്യാലയം എന്ന നിലയിൽ നമുക്ക് മാറാൻ കഴിയും. NMMS സ്കോളർഷിപ്പ് വിജയത്തിൽ വടകര വിദ്യാഭ്യാസ ജില്ലയിൽ 1ാമതും കോഴിക്കോട് ജില്ലയിൽ 3ാമതുമാണ് മേമുണ്ട. വടകര വിദ്യാഭ്യാസ ജില്ലയിൽ വർഷങ്ങളായി NMMS സ്കോളർഷിപ്പ് പരീക്ഷയിൽ മേമുണ്ടയാണ് 1ാം സ്ഥാനം നിലനിർത്തുന്നത്. ഞാളിവിടെ ജൂലൈ മാസത്തിൻ്റെ പകുതിയോടെ ഞങ്ങൾക്ക് ഇതിൻ്റെ പരിശീലനം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ജനുവരി 21-നാണ് എക്സാം നടന്നത്. അതിൻ്റെ കുറേ മുമ്പ് തന്നെ പിന്നെ പരിശീലനം അവസാനിച്ചിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ നല്ല ക്ലാസ്സാണ് കിട്ടിയിരുന്നത്. പിന്നെ നമ്മളെ ഈ വെക്കേഷൻ ടൈമിലൊക്കെ, ഇത് ക്രിസ്മസിനും ഓണത്തിനൊക്കെ വെക്കേഷൻ ടൈമിൽ നല്ല ക്ലാസ് കിട്ടിയിരുന്നു. എൻ്റെ കൂടെ 21ഓളം കുട്ടികൾക്ക്, മറ്റു കുട്ടികൾക്ക് NMMS എക്സാം കിട്ടിയിരുന്നു. പിന്നെ ഇതൊരു വലിയ സ്കോളർഷിപ്പാണ്. 48,000 രൂപേൻ്റെ ഒരു വലിയ സ്കോളർഷിപ്പ് കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. അത് എൻ്റെ പാരൻസിൻ്റെയും ഇവിടുത്തെ ടീച്ചേഴ്സിൻ്റെയും ഞങ്ങൾക്കിവിടെ കിട്ടിയ നല്ല ക്ലാസ്സിൻ്റെ ഒക്കെ പ്രോത്സാഹനം കൊണ്ടാണ് കിട്ടിയതെന്ന് അറിയാം. അപ്പോൾ നല്ല ക്ലാസ് കിട്ടുന്ന ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് 21 നല്ല സ്കോളർഷിപ്പ് കിട്ടിയതിൻ്റെ പ്രധാന കാരണം
ഇവിടെ ഞങ്ങൾക്ക് 21 അത്രയും പേർക്ക് ഇവിടെ മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂൾ നൽകിയ ഒരു നല്ലതായ പരിശീലനം കൊണ്ടാണ്. ഒരുപാട് നന്ദി പറയുന്നു. ഈ അവസരത്തിൽ ഒരുപാട് സന്തോഷമുണ്ട്. PTA പ്രസിഡന്റ് പി അരുൺ രാജ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ എം നാരായണൻ, ഹെഡ് മാസ്റ്റർ PK ജിതേഷ് എന്നിവർ അനുമോദിച്ചു. വാർഡ് മെമ്പർ OP രാജൻ, P ശശികുമാർ, RP രാജീവൻ, PK ജയരാമൻ, K സന്തോഷ്, M സിന്ധു, EM മനോജ് കുമാർ, സുരേഷ് തെക്കേടത്തിൽ എന്നിവർ ആശംസകൾ നേർന്നു. ആബിദ് സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ M പ്രിയദർശിനി നന്ദി പറഞ്ഞു. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.